കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടു. വയനാട്ടിൽ നിന്ന് 16 വയസ്സുകാരനായ പ്ലസ് 1 വിദ്യാർത്ഥിയെ അവന്റെ കൂട്ടുകാർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ. പോലീസ് ആ കുട്ടികളെ പിടികൂടി അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. ഇതേ കുട്ടികൾ സമാനമായ മറ്റു അടിപിടി കേസുകളിലും ഉൾപ്പെട്ടതായ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. അതിന്റെയും ഒരാഴ്ച മുമ്പാണ് മലപ്പുറം ജില്ലയിൽ ഒരു 14 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിന് സമീപം കൊന്നു തള്ളുകയും അവസാനം ഒരു അന്വേഷണം ചെന്നെത്തിയത് 16 വയസ്സുകാരനായ മറ്റൊരു പ്ലസ് 1 വിദ്യാർത്ഥിയിലാണ്. കുട്ടികളിലെ ക്രിമിനൽ വാസന കൂടി വരികയാണ്. അതിന്റെ സാമൂഹിക പശ്ചാത്തലത്തെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഈ വീഡിയോ. തീർച്ചയായും കുട്ടികളിലെ ക്രിമിനൽ വാസന അവന്റെ കുടുംബ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും ഒരു പ്രധാന കാരണമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം കുട്ടികളെ നിയമം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും നിയമത്തിന് മുന്നിൽ കുട്ടികളാണ്. ഒരു കുട്ടി കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ നിയമം അവനെ വിളിക്കുന്നത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ അഥവാ നിയമലംഘനം നടത്തിയ കുട്ടി എന്നാണ്. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ് ഇത്തരം കുട്ടികളുടെ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്നത്. CRPC ഇതിൽ പൂർണ്ണമായിട്ടും ബാധകമല്ല. ഇതിന്റെ ഒരു കുറ്റകൃത്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് അതിന്റെ തുടക്ക സ്റ്റേജിൽ അതിന്റെ അന്വേഷണവും അതിന്റെ FIR രജിസ്റ്റർ ചെയ്യൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി CRPC ആശ്രയിക്കുമെങ്കിലും ഇതിലേർപ്പെട്ട ആള് മൈനർ അല്ലെങ്കിൽ കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കടന്നു വരുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. ഇതില് ഒന്നാമത്തെ ഘട്ടം, ഒരു കുറ്റകൃത്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ പ്രതികളായവർ മൈനർ ആണെങ്കിൽ പോലും ആ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് BNS വകുപ്പുകൾ പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം മൈനർ ആണെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ ലോക്കപ്പിലിടുക അല്ലെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോവുക, മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് പകരം 24 മണിക്കൂറിനുള്ളിൽ അവരെ മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിലാണ് ഹാജരാക്കേണ്ടത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജഡ്ജിമാരെ കൂടാതെ കുട്ടികളുടെ മനസ്സറിയുന്ന സൈക്കോളജിസ്റ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാനലാണ്. അവർ ഈ കുട്ടികളുടെ പ്രായം, ആ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വത ഉണ്ടോ എന്നുള്ളതും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതേപോലെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ബോർഡ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇപ്പോ പ്രതികളായ ആളുകൾ മുതിർന്ന ആളുകളാണെങ്കിൽ പോലും നിയമത്തിന്റെ ഉദ്ദേശം അവരെ ശിക്ഷിക്കലല്ല, പുതിയ കാഴ്ചപ്പാട് പ്രകാരം അവരെ പരിഷ്കരിച്ച് റിഫോം ചെയ്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരലാണ്. അപ്പൊ അത് കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും അതൊന്നുകൂടി ഊന്നി പറയുന്നുണ്ട്. ഇതിനർത്ഥം കുട്ടികളെ വെറുതെ അഴിച്ചുവിടാന്നല്ല, കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് ശിക്ഷണം കൊടുക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ആക്ടിൽ പറയുന്നുണ്ട്. അവർക്ക് സാമൂഹ്യ സേവനമുണ്ട്, അവർക്ക് പ്രൊബേഷൻ ഉണ്ട്, അതേപോലെ അവരുടെ പെരുമാറ്റം ക്യാരക്ടർ ചേഞ്ചിങ്ങിനുള്ള പരിശീലനം ഉണ്ട്. അവരെ പുനരധിവാസ കേന്ദ്രത്തിൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ അവരെ കുറച്ച് വർഷങ്ങൾ പാർപ്പിക്കും. അവിടെ വെച്ചിട്ട് അവർക്കുള്ള പരിശീലനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോ കുട്ടികൾക്കും ശിക്ഷയുണ്ട്, പക്ഷെ അവർക്ക് അനുയോജ്യമായ രീതിയിലാണെന്ന് മാത്രം. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു സംശയം, 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ തെറ്റ് ചെയ്താൽ, ഒരു കുറ്റം ചെയ്താൽ അവരുടെ നടപടിക്രമങ്ങളിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ സെക്ഷൻ 15 ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 16-ന്റെയും 18 വയസ്സിന്റെയും ഇടയിലുള്ള കുട്ടികൾ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ, അതായത് 7 വർഷത്തിന് മുകളിൽ പണിഷ്മെന്റ് കിട്ടാവുന്ന കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, കൊലപാതകം പോലെയുള്ള അല്ലെങ്കിൽ കൊലപാതക ശ്രമം പോലെയുള്ള, ബലാത്സംഗം പോലെയുള്ള അത്തരം ഹീനസായ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ചില വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആ കുട്ടിയെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കും. അവര് ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നോ, അതേപോലെ അവർക്കത് ചെയ്യാനുള്ള മാനസിക പക്വത ഉണ്ടായിരുന്നോ, അതേപോലെ മനഃപൂർവ്വം ഉദ്ദേശപൂർവ്വം ചെയ്തതാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിലൊരു വ്യക്തത വരുത്തിയതിനു ശേഷം അത് ബോർഡിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സാധാരണ പോലെ മറ്റു പ്രതികൾ അവരുടെ വിചാരണ ചെയ്യപ്പെടും. അത് ജുവനൈൽ കോടതികളിലാണ്, അപ്പോഴും സാധാരണ കോടതികളിലല്ല, ജുവനൈൽ കോടതികളിലാണ് ചെയ്യാറുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോ കേരളത്തിൽ പ്രത്യേകിച്ച് ജില്ലാ കോടതികളാണ് അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അവിടെ വിചാരണ ചെയ്താലും അവസാനം ശിക്ഷ മറ്റു പ്രതികൾക്ക് പോലെ ജയിൽ ശിക്ഷ ഒന്നുമില്ല. അവർക്കും മറ്റു കുറ്റകൃത്യങ്ങളെക്കാൾ കൂടുതൽ ഗൗരവതരമായ രീതിയിൽ അവരെ ചിൽഡ്രൻസ് ഹോമിൽ പാർപ്പിച്ച്
കൂടുതൽ വർഷങ്ങൾ അവർക്ക് ചിലപ്പോ അതിൽ താമസിക്കേണ്ടി വരും. അവിടെ അവർക്ക് റിഫോർമേഷനും അത് സംബന്ധമായ പരിശീലനങ്ങൾ നൽകിയതിനു ശേഷം അവരെ വീണ്ടും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നിയമത്തിന്റെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് സംബന്ധമായി പൂർണ്ണമായും അവരെ ഇതൊന്നും ഒഴിവാക്കുന്നതിന് പകരം അവരെ റിഫോം ചെയ്ത് അവരുടെ കുടുംബ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും ഒക്കെ ഒരുപക്ഷെ അവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ രൂപപ്പെടുത്തിയിട്ടുണ്ടാകാം. അപ്പൊ അത് മനസ്സിലാക്കി നിയമം അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങളും ശിക്ഷാരീതികളുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ സംഭവങ്ങൾ നമുക്കൊരു പാഠമാണ്. കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കേവലം വികൃതികളായി മാത്രം കാണാൻ കഴിയില്ല. അതേസമയം അവരെ ജീവിതകാലം മുഴുവൻ കുറ്റവാളികളാക്കി മാറ്റാനും കഴിയില്ല. അവരെ പരിഷ്കരിച്ച് അവർക്ക് ആവശ്യമായ പരിശീലനം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുട്ടികളെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റപ്പെടുക എന്നുള്ളതാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല പോംവഴി എന്ന് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് പറയാനാകൂ. മറ്റൊരു നിയമവിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.